നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് മെയ് മാസം. കാരണം സ്വക്ഷേത്ര ബലവാനായിട്ട് ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്. അത് കാരണം ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്തിട്ട് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മാസം. വേണ്ട രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ സംസാരം കൊണ്ട് ആകർഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. സഹായസ്ഥാനത്ത് ഗുരുശുക്ര യോഗമാണ്. അപ്പോൾ ദിവ്യധാരോ മഹാദേനി എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനും ധനാഭിവൃദ്ധി ഉണ്ടാകാനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാനസികമായിട്ട് ടെൻഷൻ കണ്ടമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം 3-ാം ഭാവത്തിൽ അപജയസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അത് മാത്രമല്ല കർമാധിപതി 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാകും ചില സമയത്ത്. അതേപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. എന്നാലും നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നമുണ്ട്. ബാധയിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ നാഗദോഷം കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചില സമയത്ത് കാലതാമസം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഉത്സാഹം വർദ്ധിക്കുന്നത് കാരണം കൊണ്ടും സ്ഥിരബുദ്ധിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം കൊണ്ടും എല്ലാ കാര്യങ്ങളും ഏകദേശം അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഭാഗ്യാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. നിവൃത്തി സ്ഥാനാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സഹോദര ഗുണം, നല്ല സഹായങ്ങൾ കിട്ടുക, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന കാരണം വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് തൊലിപ്പുറമെയുള്ള രോഗങ്ങൾ, ചില അതുപോലെയുള്ള കാര്യങ്ങൾ, വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള രീതിയിലൊക്കെ ഏകദേശം അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിലും വ്യാഴപ്പഴം ഉള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യണം. കണ്ടകശനിയുടെ ദോഷമുണ്ട്, ഏഴശനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്തെങ്കിലും ലോണോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ്. പക്ഷേ ഋണവാൻ എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം ബാധ്യതകൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് കാണുന്നത്. പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ സീറ്റ് കിട്ടുക, പഠനത്തിൻ്റെ കാര്യത്തിൽ ഏകാഗ്രത കിട്ടുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത്. ചെയ്യുന്ന തൊഴിലിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.